ഒട്ടും പ്രതീക്ഷയാത്തൊരു യാത്രയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തലേ ദിവസം വാപിച്ച് ചോദിച്ചു നമുക്ക് എങ്ങനെയും പോയാലോ. അങ്ങനെ ചെയ്ത പ്ലാനിംഗ് ആണ് ഒരു ഊട്ടി യാത്ര. ഊട്ടി എത്തിയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. ഇടക്കത്തെ മഴച്ചാറ്റിലും തണുപ്പും മഴയപ്പോൾ ഭയങ്കര ഒരു വൈബായിരുന്നു. തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു ഓട്ടമാണ് ഇത് കാണുന്നത്. അപ്പോഴാണ് ഇവിടെ ഒരു ആദിനെ പോലത്തെ ഒരു കുരങ്ങനുണ്ട്. വലിയ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയായിരുന്നു. മഴ കാരണം തിരിച്ചു പോന്നു ഗായ്സ്. അവിടത്തെ മഴയും തണുപ്പായതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റിയില്ല. നടക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോഴാണ് ഇവിടെ ഒരു ഷോ. പിന്നെ ഞങ്ങൾ നേരെ ഗാർഡനിൽ പോയി. ഇവിടെ പൂ പറക്കിയെടുത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മഴയാണെങ്കിലും ഇവിടെ തിരക്കിനൊരു കുറവില്ല ഗായ്സ്. ഇവിടെ പൂവിനോട് കുറെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഗായ്സ്. വാപ്പിച്ചാണെങ്കിൽ ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ട് ഭയങ്കര തിരക്ക്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോഴാണ് അവിടെ ഫ്ലവറിനോണ്ട് ഒരു ആനനെ ഉണ്ടാക്കി വെച്ച കണ്ടേ. അതിൻ്റെ അടുത്തായിട്ട് ഒരു രാജാവിനെ പോലെ തോന്നിക്കുന്ന ഒരു ശില്പം. തൊട്ടടുത്ത് തന്നെ അടിപൊളി കൊട്ടാരം. ഇവിടെ രാജാവിന് ഇരിക്കാൻ വേണ്ടി സോഫ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ രാജാവ് ഇരിക്കണില്ല. ഉമാരെന്തിട്ടാ കാണിക്കണം ഇവിടെ? വെറുതെ അത് പിടിച്ച് പൊട്ടിക്കാവോ? തരം വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഊട്ടി. ഈ ഗാർഡനിങ് ഒക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവര്. അപ്പുറത്ത് ഫ്ലവറിനോണ്ട് ഒരു അരയണനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ അവിടെ ക്ലോസ് ചെയ്തു. ഗ്ലാസ് ഹൗസ് ഒന്നും ഓപ്പൺ അല്ലേ. ലാസ്റ്റ് എല്ലാവർക്കും മടുത്തു. എല്ലാവർക്കും പോവാന്ന് രീതിയിലായി. ഫുള്ളും ചെളിയും വെള്ളമായതുകൊണ്ട് ഞങ്ങൾ ആകെ മുഷിഞ്ഞു. അമ്മമാർക്ക് തണുപ്പായാലും ഒരു കുഴപ്പമില്ല. എത്ര മഴ ആയാലും ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഗായ്സ്. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണ് ഗായ്സ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.